ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരു 35 to ഒരു 40-year-old മെയിൽ ഓർ ഫീമെയിൽ പേഷ്യൻ്റ് വരാണ് വിത്ത് നീ എക്സ്റേ വിത്ത് സിവിയർ നീ പെയിൻ. സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്തായിരിക്കും? ആദ്യമേ നോക്കുന്ന പേഷ്യൻ്റെ ഹിസ്റ്ററി നോക്കുക. പേഷ്യൻ്റെ വേദന രാത്രി കിടക്കുമ്പോഴോ ഉണ്ടോ, റെസ്റ്റിലും ഉണ്ടോ, അതോ നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ കയറുമ്പോഴോ, അത് ഏത് ഏരിയയിലാണ് തേയ്മാനം. ഇറങ്ങുമ്പോൾ യൂഷ്വലി ചിരട്ടയുടെ പുറയല്ല, ഓർ കുറച്ച് ഇരിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ അത് യൂഷ്വലി ചിരട്ടയുടെ പുറയല്ല, ഓർ സ്റ്റെപ്പ് കയറുമ്പോഴാണെങ്കിൽ അത് കൂടുതലും ഇന്നർ സൈഡിൽ തന്നെയോ ഔട്ടർ സൈഡിൽ തന്നെയോ. അതൊരു റഫ് ഐഡിയ. ആൻഡ് ദെൻ യു നീഡ് ടു ടെസ്റ്റ് ദ പേഷ്യൻറ്റ്. MRIയും എക്സ്റേയും എല്ലാം ഷാഡോസ്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു എക്സ്റേ ഇസ് നോട്ട് എ ട്രീറ്റ്മെന്റ്. നമ്മൾ അത് വെച്ച് ഒരു ഡയഗ്നോസും പറയാൻ പറ്റില്ല അൺലെസ് ഇറ്റ്സ് വെരി സിവിയർ. സോ കൈ കൊണ്ട് എക്സാമിൻ ചെയ്ത് ബൈ ദ എൻഡ് ഓഫ് ക്ലിനിക്കൽ എക്സാം മനസ്സിലാവും ഇത് ഒരു വെയർ ആൻഡ് ടയർ പാറ്റേൺ ആണോ അതോ ഒരു മെക്കാനിക്കൽ പ്രോബ്ലം ആണോ. അതനുസരിച്ചാണ് നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലിംബ് അലൈൻമെന്റ് എക്സ്റേ വേണം. അത് ഹിപ്പ് നീ ആംഗിൾ ചുമ്മാ നീ മാത്രം എടുത്തിട്ട് കാര്യമില്ല. വി നീഡ് ടു സീ ദ ഹോൾ പിക്ചർ, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അറിയണമെങ്കിൽ. രണ്ടാമത് നിന്നുകൊണ്ട് വേണം എക്സ്റേ എടുക്കാൻ. കിടന്നുകൊണ്ട് എക്സ്റേ എടുത്തിട്ട് ഒരു കാര്യമില്ല. നീഡ് ലോഡ് ഉണ്ടെങ്കിൽ അറിയത്തില്ല അവിടെ തേയ്മാനം അങ്ങനെ വല്ലതും ഉണ്ടോന്ന്. ആൻഡ് ലാസ്റ്റ്ലി അത് കഴിഞ്ഞാൽ ഞങ്ങൾ MRIക്ക് പോകുന്നു ഇഫ് വേറെ വല്ല പ്രശ്നമുണ്ടെന്ന് അറിയും. ആ MRIയിലും ക്വാളിറ്റി ഓഫ് പിക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മെഷീൻ വേണം, 2 mm കട്ട്സ് വേണം. ഈ ഒത്തിരി നമ്പേഴ്സ് എടുക്കുന്ന സ്ഥലത്ത് കട്ട്സ് നമ്മൾ മിസ് ചെയ്യാം. സോ വി നീഡ് സ്മോളർ കട്ട്സ്, വി നീഡ് ഹയർ റെസൊല്യൂഷൻ pictures, better coils in the knee, all that makes a difference. And then we come to a diagnosis. Like just looking at X-ray, in fact, I think I can do more with my hands than an X-ray.